ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് PSC ഇതുവരെ ചോദിച്ച മുഴുവൻ PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 91. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാന സമ്മേളനം. കോഴിക്കോട് കേരള രാഷ്ട്രീയ സമ്മേളനങ്ങൾ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാന സമ്മേളനം കോഴിക്കോട് കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളാണ്. 92. 1921 മലബാർ കലാപം നടന്ന കാലഘട്ടം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം. 1921 മലബാർ കലാപം നടന്ന കാലഘട്ടം എന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. 93. 1923 കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ? പാലക്കാട്. 1923 കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. 94. 1923 പാലക്കാട് കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു. 1923 പാലക്കാട് കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായിരുന്നത് സരോജിനി നായിഡുവാണ്. 95. പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രധാന പരിപാടി. ആൻസർ: സാഹിത്യ സമ്മേളനം, മിശ്രഭോജനം തുടങ്ങിയവ. പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രധാന പരിപാടികളാണ് സാഹിത്യ സമ്മേളനം, മിശ്രഭോജനം തുടങ്ങിയവ. 96. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. 97. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ്. കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. 98. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന നേതാവ്. KP കേശവമേനോൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന നേതാവാണ് KP കേശവമേനോൻ. 99. അഭിനവ കേരളം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാന പ്രവർത്തനം. ആൻസർ: കേരളത്തിലെ ദേശീയ ബോധവൽക്കരണം. അഭിനവ കേരളം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാന പ്രവർത്തനം കേരളത്തിലെ ദേശീയ ബോധവൽക്കരണമാണ്. 100. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1938. 101. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. പട്ടം എ താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നത് പട്ടം എ താണുപിള്ളയായിരുന്നു. 102. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രധാന ആവശ്യം. ആൻസർ: ഉത്തരവാദിത്ത ഭരണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രധാന ആവശ്യം ഉത്തരവാദിത്ത ഭരണമായിരുന്നു. 103. സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാവ്. അക്കാമ ചെറിയാൻ. സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാവ് അക്കാമ ചെറിയാൻ ആണ്. 104. തിരുവിതാംകൂറിൻ്റെ താൻസി റാണി എന്നറിയപ്പെട്ടത്. ആൻസർ: അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ താൻസി റാണി എന്നറിയപ്പെട്ടിരുന്നതും അക്കാമ ചെറിയാനാണ്. അതുപോലെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാവും അക്കാമ ചെറിയാനായിരുന്നു. 105. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. 106. കുണ്ടറ വിളംബരം നടന്നത് 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ആണ്. 107. വേലുത്തമ്പി ദളവയുടെ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രധാന ആഹ്വാനം. ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തുക. വേലുത്തമ്പി ദളവയുടെ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രധാന ആഹ്വാനം എന്നത് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തുക എന്നതായിരുന്നു. 108. പഴശ്ശിരാജയുടെ പ്രധാന പോരാട്ടം ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ. പഴശ്ശിരാജയുടെ പ്രധാന പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നു. 109. പഴശ്ശിരാജയുടെ പോരാട്ട പ്രദേശം. വടക്കൻ കേരളത്തിലെ വയനാട്. പഴശ്ശിരാജയുടെ പോരാട്ട പ്രദേശം എന്നത്
വടക്കൻ കേരളത്തിലെ വയനാടായിരുന്നു. 110 പഴശ്ശി രാജയുടെ പ്രധാന സൈനിക കൂട്ടാളികളായ ആദിവാസി വിഭാഗം. കുറിച്യർ. പഴശ്ശി രാജയുടെ പ്രധാന സൈനിക കൂട്ടാളികളായ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. 111 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 112 പുന്നപ്ര വയലാർ സമരം നടന്ന പ്രദേശം ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരം നടന്ന പ്രദേശം ആലപ്പുഴയും സമരം നടന്ന വർഷം 1946. 113 പുന്നപ്ര വയലാർ സമരം പ്രധാനമായും ആരുടെ ഭരണത്തിനെതിരായിരുന്നു? ആൻസർ തിരുവിതാംകൂർ ഭരണകൂടത്തിനെതിരെയും ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയുമായിരുന്നു. ഒന്നുകൂടി നോക്കാം. പുന്നപ്ര വയലാർ സമരം പ്രധാനമായും തിരുവിതാംകൂർ ഭരണകൂടത്തിനെതിരെയും ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും ആയിരുന്നു. 114 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സ്വാധീനം. ആൻസർ ബ്രിട്ടീഷ് വിരുദ്ധ ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സ്വാധീനം എന്നത് ബ്രിട്ടീഷ് വിരുദ്ധ ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. 115 കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന പത്രം. ആൻസർ മാതൃഭൂമി. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന പത്രം മാതൃഭൂമി ആയിരുന്നു. 116 മാതൃഭൂമി സ്ഥാപിതമായത്. ആൻസർ 1923. മാതൃഭൂമി സ്ഥാപിതമായ വർഷം 1923. 117 മാതൃഭൂമിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാൾ. KP കേശവമേനോൻ. മാതൃഭൂമിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു KP കേശവമേനോൻ. മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട 3 പ്രധാന പോയിന്റുകളാണ് പഠിച്ചത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന പത്രം മാതൃഭൂമി ആയിരുന്നു. സ്ഥാപിച്ച വർഷം 1923. മാതൃഭൂമിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്നത് KP കേശവമേനോൻ ആയിരുന്നു. 118 അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട ദേശീയ നേതാവ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട ദേശീയ നേതാവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. 119 കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെട്ടത്. ആൻസർ കേളപ്പൻ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കേളപ്പനാണ്. 120 കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രധാന സംഘടന. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രധാന സംഘടന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഇതോടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള മുഴുവൻ PSC മോഡൽ ക്വസ്റ്റ്യൻസും അവസാനിച്ചു. അടുത്ത ഭാഗത്തിലെ PSC ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.